ഹലോ, നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ, നമ്മുടെ കേസൊക്കെ വിജയിച്ച് നമ്മുടെ വിശ്വത്തിനെ വേദ എല്ലാ തെളിവുകളും കോടതിയിൽ കാണിച്ചുകൊണ്ട് വേദ നമ്മുടെ വിശ്വത്തിനെ കുറ്റവിമുക്തനാക്കി കോടതിയിൽ പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ കോടതി നമ്മുടെ വിശ്വത്തിനെ വെറുതെ വിടുകയാണ്. അങ്ങനെ എല്ലാവർക്കും വേദയോട് ഒരുപാട് മതിപ്പും സ്നേഹവും ഒക്കെ വരെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വേദ അത്രയും വിക്രമിനോടൊപ്പമാണ്, പക്ഷെ അതാരും കാണുന്നില്ല. വേദയുടെ വാദം കൊണ്ടാണ് വിക്രം ഇറങ്ങിയത് കൂടുതൽ എന്നുള്ള ഒരു ഇതാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറെയും കളികളുണ്ടായിരുന്നു. നമ്മുടെ വിക്രമിന് ഒരു ഫോട്ടോ ശ്രീകാന്തിൻ്റെ കിട്ടിയത് വെച്ചിട്ട് നല്ല പോലെ നമ്മുടെ ശ്രീകാന്തിനെ പേടിപ്പിച്ച് തന്നെയാണ് നിർത്തിയിരുന്നത്. അപ്പോൾ എന്തായാലും ആ കേസ് ശ്രീകാന്ത് പിൻവലിക്കാൻ തന്നെയാണ് നിന്നത്. കാര്യം ഇല്ലെങ്കിൽ ശ്രീകാന്തിൻ്റെ ജീവിതത്തിനും സമൂഹത്തിൻ്റെ ഇടയിൽ ശ്രീകാന്ത് നാണം കെടും, ശ്രീകാന്തിൻ്റെ ജീവിതവും നഷ്ടപ്പെടും. അങ്ങനെ ഒരു കൊടുക്കാണ് വിക്രമിൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു ഫോട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശമായി. പിന്നീട് കാണിക്കുന്ന ഇന്നത്തെ ഒരു എപ്പിസോഡിലെ ഒരു ഇൻട്രോ എന്ന് പറയുന്ന തുടക്കം തന്നെ നമ്മുടെ ശങ്കരനാരായണൻ ഒരു യാത്ര പോയിക്കായിരുന്നല്ലോ. അങ്ങനെ അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ തന്നെ കോടതിയിലെ കാര്യങ്ങളൊക്കെയാണ് അറിഞ്ഞത്. ഒരു ജഡ്ജിയാണല്ലോ, അപ്പോൾ മറ്റുള്ള വക്കീലന്മാരും ഒക്കെ വിളിച്ച് എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ വീട്ടിൽ വന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിൽ വന്ന് ഇറങ്ങിയ പാടെ പത്മ കതവ് തുറന്നിട്ട് പത്മയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. ശ്രീ എവിടെയെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ശ്രീകാന്തിനെ പോയി ദീപ്തി വിളിച്ചുകൊണ്ട് വരികയാണ്. റൂമിലുണ്ടായിരുന്നു മേളിൽ. അങ്ങനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ വർഷയും നമ്മുടെ ശ്രീകാന്ത് താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് നമ്മുടെ ശങ്കരൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഇന്ന് വരെ നീ എന്നോട് സത്യസന്ധമായിട്ട് നീ ഒരു കാര്യം നീ പറഞ്ഞിട്ടില്ല. വേദ ഇവിടെ നിന്ന് പോയി, ആ ഒരു കാര്യം ഞാൻ ഉൾക്കൊണ്ടത് തന്നെയാണ്. പക്ഷേ വിക്രമിനെതിരെയും അല്ലെങ്കിൽ വിക്രമൻ്റെ കുടുംബത്തിനെതിരെയും ഞാൻ ഇല്ലാത്ത തക്കം നോക്കി നീ എന്തിനാണ് ഈ ഒരു വൃത്തികെട്ട കളി കളിച്ചത്? അപ്പോൾ പറഞ്ഞു, ഇല്ല അച്ഛാ, ശരിക്കും എൻ്റെ പണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് നീ ആ കേസ് കോടതിയിൽ വേദ വാദിച്ചപ്പോൾ നീ സ്വയമേ ആ കേസ് പിൻവലിച്ച് എന്തുകൊണ്ടാണ്? അത് വിക്രം എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എടാ, നീ കള്ളം പറയുമ്പോൾ എന്നോടാണ് കള്ളം പറയുന്നത് എന്നുള്ള ഒരു ഓർമ്മ നിനക്ക് വേണം. നീ ആ കേസ് അഥവാ വിക്രം അങ്ങനെ വന്ന് നിന്നെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ അവനെതിരെ നീ ഒരു കേസ് കൊടുക്കുകയല്ലേടാ വേണ്ടത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇത് നിൻ്റെ ഭാഗത്ത് ഞാൻ ഇല്ലാത്ത തക്കം നോക്കി ഒരു തെറ്റും ചെയ്യാത്ത വിശ്വത്തിനെ നീ കോടതി കയറ്റി. പക്ഷെ അത് തെളിവുകൾ സഹിതം നിരത്തി വെച്ചപ്പോൾ നീ അതെന്തായാലും തോക്കുന്നുള്ളതായി. എന്നിട്ട് അവസാനം കോടതിയുടെ താക്കീതും കിട്ടി, കോടതിയിൽ മാപ്പും പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. എനിക്കിനി എങ്ങനെ ഞാൻ എൻ്റെ മറ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മറ്റുമൊക്കെ നോക്കും? ശങ്കരനാരായണൻ്റെ മക്കൾ അവസാന കാലത്ത് ഇത്രയും നാളും നീതിയുടെ രീതിയിൽ മാത്രമേ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് സത്യസന്ധമായിട്ടും നീതിപരമായിട്ടും കാര്യങ്ങൾ തീരുമാനിച്ചാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. എൻ്റെ മക്കളായിട്ട് അതില്ലാണ്ടാക്കരുത്. നീ ഇതുപോലെ പല കേസുകളും വേദേനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീ ചെയ്തിട്ടുണ്ട്. വേദ എന്തായാലും ഇവിടെ നിന്ന് അവളെ തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി അവളൊരു ജീവിതം തിരഞ്ഞെടുത്തു. ഇനി അതിലേക്ക് ഞാനോ അല്ലെങ്കിൽ നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ നമ്മളാരും പോണത് എനിക്ക് ഇഷ്ടമല്ല. അവളെ രീതിക്ക് ജീവിച്ചോട്ടെ. പിന്നെ ഇതെല്ലാം നീ ചെയ്യുന്നത് വേദന ഇവിടെ കൊണ്ടുവരാനും അതിൻ്റെ പിന്നിൽ നീയും നിൻ്റെ അമ്മായിയപ്പനൊക്കെ ചേർന്ന് നടക്കുന്ന കഥകളൊക്കെ എനിക്കറിയാം. വർഷേനെ നോക്കിക്കൊണ്ടാണ് ശങ്കരൻ ഇത് പറയുന്നത്. എൻ്റെ സ്വത്തുവകകൾ കണ്ടിട്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ എൻ്റെ സ്വത്തുക്കൾ അതെങ്ങനെ ആർക്ക് എപ്പോൾ കൊടുക്കണമെന്നുള്ളത് എനിക്കറിയാം. നീ കൂടുതൽ അതിബുദ്ധി കാണിക്കുകയാണെങ്കിൽ വേദ ഇറങ്ങിയതുപോലെ തന്നെ നീയും നിൻ്റെ കുടുംബവും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അതിന് ശങ്കരനാരായണ ഒരു വിട്ടുവീഴ്ചയും വെക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് വർഷയും കൂടെ കൊള്ളിച്ചാണ് പറയുന്നത്. അങ്ങനെ ഇത് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ മേളിലെ റൂമിൽ കയറി പോവാണ്. അപ്പോൾ പത്മവും കൂടെ പോവാണ്. അപ്പം മുത്തശ്ശി വന്നിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ്, വർഷേ, നീ ഇനിയെങ്കിലും അവനെ എരികേൽപ്പിച്ച് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നീ നല്ലത് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ശ്രീകാന്തിന് താക്കീത് കൊടുക്കണം. മേലാൽ വേദയോ അല്ലെങ്കിൽ വിക്രമിനെയോ അവരെ കുടുംബത്തെയോ നീ ഇനി മേലിൽ അവരെന്തെങ്കിലും കൂടെ ഒപ്പിച്ച് നീ പോയി കഴിഞ്ഞാൽ നീ ഇനി അറിയാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി നല്ലത് കൊടുക്കുന്നുണ്ട് ശ്രീകാന്തിന്. അവസാനം ശ്രീകാന്തിന് ഭ്രാന്ത് പിടിച്ച് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ്. വർഷയ്ക്ക് ആകെ ഒരു ഡിമ്മായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ്റെ വായിരുന്നതും കിട്ടി, മുത്തശ്ശിയുടെ വായിരുന്നതും കിട്ടി. കാരണം വർഷയും കൂടെ ചേർന്നാണ് ഇതിൽ കൂടുതലും കൈയടത്തി ശ്രീകാന്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ധാരണ. ഒരു കണക്കിന് അത് തന്നെയാണല്ലോ. വർഷയുടെ അച്ഛനും വർഷയുടെ നമ്മുടെ അഡ്വക്കേറ്റിനെയും കൂടെ ചേർത്ത് പിടിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ വർഷയുടെ അനിയൻ അതിനങ്ങനെ നിൽക്കാറില്ല. വർഷയുടെ അനിയൻ കൂടുതലും നമ്മുടെ വേദയുടെ കൂടെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ കേസിൻ്റെ കാര്യം അങ്ങനെ നിൽക്കണം. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത്
നമ്മുടെ വിശ്വത്തിന് ജോലിയൊക്കെ നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നമ്മുടെ വിനായകൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ വിശ്വം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വിശ്വേട്ടൻ എന്താ ജോലിക്ക് പോകുന്നില്ല? അപ്പോഴാണ് വിനായകൻ ഓർത്തത്, അയ്യോ വിശ്വൻ്റെ ജോലി പോയല്ലോ ഇത്ര നേരമായിട്ട്. സാധാരണ ഈ സമയത്തൊന്നും വിശ്വം അങ്ങനെ അവിടെ ഇരിക്കാറില്ലല്ലോ. അയ്യോ വിശ്വേട്ടാ, ഞാൻ ഒന്നും വെച്ച് ചോദിച്ചതല്ല, അത് കുഴപ്പമില്ലടാ, ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചു പോയതാണ്. വിശ്വേട്ടൻ പേടിക്കേണ്ട, ഞാൻ എവിടെയെങ്കിലും വേറൊരു നല്ല ജോലി നമുക്ക് നോക്കിയെടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാഷും എല്ലാവരും വരുന്നുണ്ട്, വിക്രമും വേദയും അതുപോലെ ശ്രീജയൊക്കെ അവിടെ ഉണ്ട്, നമ്മുടെ നന്ദിനിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എവിടെ വേണമെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ വേദയും പറയുന്നുണ്ട്, ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട വിശ്വേട്ടാ, നമുക്ക് എവിടെയാണെങ്കിലും ഇനിയും നല്ലൊരു ജോലി കണ്ടെത്താമല്ലോ. അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, ശ്രീനി സാറിൻ്റെ കീഴിൽ ഒരു പുതുതായിട്ടൊരു ഹോട്ടൽ വരുന്നുണ്ട്, അപ്പോൾ അവിടെ ക്യാഷ്യറായിട്ട് നല്ല വിശ്വസ്തനായിട്ടുള്ള ഒരാളെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവർക്കൊരു കുഴപ്പമില്ല, അപ്പോൾ വിശ്വേട്ടനോട് ചോദിച്ചിട്ട് അവരോട് സമ്മതം പറയാമല്ലോ എന്ന് വിക്രം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മാഷും പറഞ്ഞു, അത് വലിയ കുഴപ്പമില്ലല്ലോടാ, ആ ജോലി തന്നെ നിനക്ക് വീണ്ടും കിട്ടിയല്ലോ അങ്ങനത്തെ. അപ്പോൾ കമലയ്ക്കും വലിയ സന്തോഷം. അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, അല്ല ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുമ്പോൾ ഇനി വിശ്വേട്ടൻ്റെ അവർ ജോലി കൊടുക്കുമോ എന്നുള്ളൊരു മുള്ളുമുന വെച്ച് നന്ദിനി ഒരു ഡയലോഗ് അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കമല പറയുന്നുണ്ട്, നീ എന്തിനും ഏതിനും ഇങ്ങനെ കുഞ്ഞായ്മ പറയില്ലേ നന്ദിനി, നീ അകത്ത് കയറി പോകാവോ. അപ്പോൾ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമല്ല, ജാത്യാലുള്ളത് തൂത്താ പോകില്ലല്ലേ എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പോൾ ശ്രീജയും പറയുന്നുണ്ട്, അത് മതി വിശ്വേട്ടൻ, നല്ല ജോലിയായിരിക്കുമല്ലോ, ആ വിശ്വേട്ടൻ ആ ജോലി തന്നെ ആവുകയും ചെയ്യും. അപ്പം മറ്റുള്ളവരെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിലാണെങ്കിലും തന്നെ ഒരു തെറ്റുകാരനാക്കിയെങ്കിലും താൻ അത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ തെളിഞ്ഞ് താൻ പുറത്തു വന്നെങ്കിൽ വീണ്ടും നല്ലൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലി തന്നെ തനിക്ക് കിട്ടിയെന്നുള്ളൊരിത് എല്ലാവരും മുമ്പിലും വരികയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ നമ്മുടെ വിശ്വം പറഞ്ഞു, വേണ്ടടാ വിക്രമേ, എനിക്കെന്തോ പണം കാണുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു ഭയമാണ്, എനിക്ക് മതിയായി. വേറെ എന്തെങ്കിലും വല്ല ക്ലീനിങ്ങിനോ ഹോട്ടലിലാണെങ്കിൽ വെയിറ്ററുടെ ജോലിയോ ക്ലീൻ ചെയ്യാനോ ടേബിൾ കൊടുക്കാനോ എനിക്ക് ഒരു പ്രശ്നവുമില്ലടാ, അതുകൊണ്ട് എനിക്ക് വേറെ എന്ത് ജോലിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നിങ്ങനെ വിശ്വം പറയണേ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ആകെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ, പാവം നമ്മുടെ വിശ്വം എന്ന് വെച്ചാൽ അവന് അത്രയ്ക്ക് ഭയമായിപ്പോയി ആ ഒരു ക്യാഷിൻ്റെ കാര്യത്തിൽ, അത്രയും ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ജയിലിൽ കിടക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നതിൽ വളരെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് പുള്ളിക്ക് ആ ഒരു ഫീൽഡ് ഇനി വേണ്ടാന്ന് തീർത്തും അങ്ങനെ പറയണം. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് മാറിക്കഴിയും. അപ്പോൾ നമ്മുടെ നന്ദിനിയും വിനായകനും കൂടെ പറയും, അച്ഛൻ ഏതാണ്ട് ഒരു പഴഞ്ചൊല്ല് പറഞ്ഞല്ലോ വിനായകേട്ട, അതെന്താ? നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ, ജാത്യാലുള്ള തൂത്താ പോകില്ല എന്ന്. അതായത് കാഞ്ഞിരക്കുരുവിൻ്റെ കയ്പ്, അത് എത്ര നാൾ വെള്ളത്തിട്ടാലും അതിൻ്റെ കയ്പ് ഇങ്ങനെ പോകത്തില്ല. ഒരു പഴഞ്ചൊല്ല് ഇതിലാണ് നമ്മുടെ മാഷ് അത് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ വേദയും വിക്രമും കൂടെ ഇങ്ങനെ കിടക്കാനായിട്ടൊക്കെ പോവാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ എന്താണ് വേദാളെ ഇങ്ങോട്ട് വന്നിരിക്കണം, പോയി കിടന്നുകൊണ്ട് എനിക്ക് വല്ലാത്ത ക്ഷീണം. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വിക്രമിനോട് ചോദിക്കണം. അല്ല, എന്നോട് എപ്പോഴാണ് വിക്രമിന് ഇഷ്ടം തോന്നി തുടങ്ങിയത്? ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന്? എനിക്ക് ആരുടെ ഇഷ്ടമൊന്നും തോന്നി തുടങ്ങിയിട്ടില്ല. ഇല്ല? അപ്പോൾ തീർത്തും പറയൂ. ഇല്ല, വേദ ചോദിക്കുകയാണ്. ഇല്ലാന്നേ. അപ്പോൾ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ കുറച്ച് ഒരു സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ്. എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട്, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം വിക്രമിനോട് ചോദിക്കാനുണ്ട്. അന്ന് കോടതി വിട്ട് നമ്മുടെ കേസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ വിക്രം എന്താണ് ശ്രീയേട്ടൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്? എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ വിക്രം വേറെ എന്തൊക്കെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പതുക്കെ തിരിപ്പിച്ച് വിട്ടു. പക്ഷേ എന്തോ ഒരു സംഭവം കയ്യിലും കൊടുത്തു. എന്താ അത്? കേസ് സംബന്ധിക്കുന്ന എന്തോ കാര്യമാണെന്ന് നമ്മുടെ വേദ വിക്രമിനോട് പറയുകയാണ്. അപ്പോൾ പറഞ്ഞ്, എന്തായാലും വിശ്വേട്ടനെ പുറത്തിറക്കിയത് വേദാ ശങ്കരനാരായണൻ്റെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ്, അത് എല്ലാവർക്കും ബോധ്യമായതാണ്, അതങ്ങനെ തന്നെ നിന്നോട്ടെ. പിന്നെ ആ ഒരിത് എന്നിലങ്ങ് എന്താണെന്നുള്ളത് അത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, അത് മറ്റാരും അറിയണ്ട എന്ന രീതിയിൽ നമ്മുടെ വിക്രം പറയുകയാണ്. അപ്പോൾ വേദ പറയുന്നില്ല, അപ്പോൾ എന്തോ ഒരു കാര്യം എന്നെ വിക്രം മറച്ച് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആയിക്കോട്ടെ, പക്ഷെ അതെന്തായാലും നീ അറിയേണ്ടതായിട്ടില്ല എന്ന് വിക്രം പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട്, നീ ഒന്ന് എണീറ്റ് പോകാവോ, ഞാൻ കിടന്നോട്ടെ, എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുമെന്ന് വിക്രം പറയുന്നുണ്ട്. ഓ ശരി, ഞാൻ പോകോളാം എന്ന് പറഞ്ഞിട്ട് വേദ പോകണം. എന്നിട്ട് ഡോറിൻ്റെ അവിടെ എത്തുമ്പം വേദ തിരിഞ്ഞു നോക്കും. അപ്പോൾ വിക്രമും തിരിഞ്ഞു നോക്കാം കേട്ടോ. എന്നിട്ട് കുറേ ഇങ്ങനെ തവളെ മരമാക്രി എന്നൊക്കെ പറഞ്ഞ് നീ പോടാ എന്നൊക്കെ പറഞ്ഞ് വേദ രണ്ടു
തോന്നുന്നു എന്തോ ഡയലോഗൊക്കെ അടിക്കുക. അപ്പോൾ ഇടി നിക്കടി എവിടെയെന്നും പറഞ്ഞ് വിക്രമും അവളെ ഓടിക്കുകയാണ്. അങ്ങനെ ആ ഒരു റൊമാൻറ്റിക് ഒരു സീൻ പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വേദ പോയി പ്രത്യേകം കിടക്കണം, വിക്രം ഇവിടെയും കിടക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അവരൊരു ദാമ്പത്യ ജീവിതത്തിലോട്ടൊന്നും കടന്നിട്ടില്ല. രണ്ടുപേരും മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് അവരുടെ ജീവിതത്തിലോട്ട് അവർ ഇതുവരെ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷയാണ്. അപ്പോൾ വർഷ കുഞ്ഞാവേനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് മോൻ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങി വരുന്നു. എന്നിട്ട് അവർ തമ്മിൽ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുകയാണ്. വർഷ പറയുന്നുണ്ട്, എന്നാലും മുത്തശ്ശി ഇന്ന് എന്നെ പറഞ്ഞത് ഞാനാണ് ശ്രീകാന്തിനെ എരി ഏൽപ്പിച്ച് വിടുന്നു എന്നുള്ളതാണ്. നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന് ശ്രീകാന്ത് പറയാണ്. മുത്തശ്ശിയല്ല, അവർ പഴയ ആൾക്കാർ, അവർ പലതും പറയും, നീ അതത്ര വലിയ സീരിയസ് ആക്കണ്ട. ഞാൻ സീരിയസ് ആക്കുന്നൊന്നുമില്ല. എന്നാലും അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രീ ശ്രദ്ധിച്ചായിരുന്നോ? അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. അച്ഛൻ പറഞ്ഞ കേട്ടോ, വേദ ഇറങ്ങിയതുപോലെ തന്നെ അതായത് ശ്രീകാന്തും കുടുംബവും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. അതിലെന്തൊക്കെയോ ചില കാര്യങ്ങൾ അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പണ്ട് വിക്രമിൻ്റെ ഇതിനെതിരെ ഇറങ്ങാൻ അച്ഛനും കൂടെ തന്നെയായിരുന്നല്ലോ സപ്പോർട്ട്. അച്ഛൻ കാശിക്ക് പോയി വന്നപ്പോൾ അച്ഛൻ്റെ മനസ്സൊക്കെ മാറി. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്കിതൊന്നുമല്ല. എന്തായാലും അച്ഛന് മോനെന്ന് പറഞ്ഞാൽ ജീവനാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ എന്നിട്ട് വർഷം പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊരു കാര്യം എന്തായാലും ചോദിക്കണം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ചോദിക്കുന്നത്? വിക്രം ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു ഫ്ലാറ്റിൻ്റെ കാര്യമൊക്കെ വിൽക്കണ കേസ് വാങ്ങണ കേസൊക്കെ പറഞ്ഞായിരുന്നല്ലോ, അതെന്താണ് കേസ്? അതെന്ത് കേസാണ്? എനിക്കൊന്നും അറിയില്ല. പിന്നെ എന്തിനാണ് അച്ഛൻ പറഞ്ഞതുപോലെ ശ്രീയേട്ടൻ ആ കേസ് പിൻവലിച്ചത്? ശരിക്കും വിക്രമിനെ പേടിച്ചിട്ടാണോ? അവൻ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. പിന്നെ നിന്നെയും കൊച്ചിനെ കോർത്തു. പിന്നെ ആ ശ്രീനി സാറുമായിട്ട് അവന് നല്ല പിടിപാടാണ്. അയാളൊരു MLA കാര്യങ്ങളൊക്കെ ഇതല്ലേ, ആ ഒരു ബന്ധം വെച്ച് ഇനി വെറുതെ എന്തിനാ ഓരോ വയ്യാവയിൽ ഏറ്റുപിടിക്കുന്നതെന്ന് കരുതിയിട്ട് ഞാൻ കേസ് അങ്ങ് പിൻവലിച്ചതാണെന്ന് പറയുന്നു. അത് തന്നെയാണോ? അപ്പോൾ ഈ ഒരു കേസ്, ഈ ഫ്ലാറ്റ് സംബന്ധമായിട്ട് നിങ്ങൾ സംസാരിച്ചത് എന്താണ്? എന്തോ ഒരു കാര്യം എന്നെ ശ്രീകാന്ത് ഒളിക്കുന്നുണ്ട് എന്നുള്ളത് വർഷ പറയുന്നുണ്ട്. നീ എനിക്ക് സമാധാനം തരില്ല. രാവിലെ അച്ഛൻ്റെ വക പിന്നെ മുത്തശ്ശിയുടെ വക ഒന്ന് കിടക്കാമെന്ന് വെച്ചാൽ നീ എനിക്ക് സമാധാനം തരില്ല. ആയിക്കോട്ടെ, നീ കിടന്നുറങ്ങുക, ഞാൻ എൻ്റെ പാട് നോക്കി പോകാമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ ഇന്നത്തെ പവിത്രം സീരിയലിലെ ഏകദേശം ഒരു ഇൻട്രോ പ്രൊമോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ, ടാറ്റാ, ടേക്ക് കെയർ.